ആലപ്പുഴ ഗവൺമെന്റ് ദന്തൽ ആശുപത്രിയിൽ സീലിംഗ് അടർന്ന് രോഗിയുടെ ദേഹത്ത് വീണു. എക്സ്റേ റൂമിന് മുന്നിലെ ജി ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ആണ് അടർന്നു വീണത്. 3 മാസം മുൻപാണ് ഇവിടെ സീലിംഗ് ഘടിപ്പിച്ചത്. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായിട്ടുണ്ട്. രഘു, 3 മാസം മുൻപ് ഘടിപ്പിച്ച ഒന്ന് ഇന്നിപ്പോൾ അടർന്നു വീഴാൻ എന്താണ് അതിന് അത്രമാത്രം ക്ഷയം സംഭവിച്ചത്? എങ്ങനെയാണ്? സ്വാഭാവികമായിട്ട് തന്നെ നിർമ്മാണത്തിലെ അപാകത കൊണ്ട് തന്നെ ആയിരിക്കും അക്ഷയ ആ സീലിംഗ് അടർന്നു വീഴാനുള്ള കാരണം ആ കെട്ടിടം പണി പൂർത്തിയായിട്ട് അല്ലെങ്കിൽ ആ കെട്ടിടത്തിലേക്ക് ദന്തൽ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം മാറിയിട്ട് 1 വർഷമാകുന്നില്ല. ഇപ്പോൾ ഇടിഞ്ഞു വീണ സീലിംഗ് ആകട്ടെ 3 മാസം മുൻപാണ് പണിതത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വാർപ്പിൻ്റെ കോൺക്രീറ്റിന് താഴെ പണിതിരുന്ന സീലിംഗ് ആണ് അവിടേക്ക് തകർന്നു വീണത്. ആ സമയത്ത് ധാരാളം ആളുകൾ എക്സ്റേ എടുക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. ആറാട്ടുപുഴ സ്വദേശിനിയുടെ ദേഹത്തേക്കാണ് ഇത് പൊട്ടി വീണത്. എന്തായാലും കാര്യമായ അപകടമുണ്ടായില്ല. പക്ഷെ അവരുടെ തലയ്ക്കാണ് ഈ സീലിംഗ് ഇളകി വീണത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വേഗത്തിൽ കൊണ്ടുപോയി. പക്ഷേ വീട്ടമ്മയുടെ ഒരു പരാതി എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോളേജിൽ വെച്ച് ഉണ്ടായ അപകടമായിട്ടും അവിടെ എത്തിയപ്പം CT സ്കാൻ എടുത്തിരുന്നു. അതിനെയൊക്കെ പണം ഈടാക്കി എന്നുള്ളൊരു വിമർശനം ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇത് സംഭവിച്ചു? രഘു സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിർമ്മാണത്തിലെ അപാകതയായിരിക്കാം. അത് ഒരാളുടെ തലയിലേക്ക് വീഴുന്നു. വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു തരത്തിൽ ആശ്വാസമാണ്. എന്തെങ്കിലും റിപ്പോർട്ട് തേടിയിട്ടുണ്ടോ? എന്തെങ്കിലും വിശദീകരണം ഉണ്ടാകുന്നുണ്ടോ ആശുപത്രിയുടെ മെഡിക്കൽ കോളേജിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന്? 12 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത്. വൈകുന്നേരത്തോടുകൂടി സംബന്ധിച്ചുള്ളൊരു വിശദമായ വാർത്താക്കുറിപ്പ് ഇറങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ട് തന്നെ അന്വേഷണം പ്രഖ്യാപിക്കാനാണ് സാധ്യത കൂടുതൽ. ശരി, രഘുനാഥ് നാരായൺ വിവരങ്ങൾ നൽകിയത്.